പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം എടുത്ത് നിവർത്തി ഈ വാക്യം വായിച്ചുകൊണ്ട് തന്നെ ദൈവം ശബ്ദത്തെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറും. ഇന്നത്തെ ചിന്തക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 35-ാം വാക്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്കൊരു വലിയ ഒരു വിടുതൽ ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ടതിന്, ആ മകനെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് നമുക്ക് അക്കരയ്ക്ക് പോകാം. നമുക്കറിയാം, അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് മറ്റു പടകുകളും യേശു കർത്താവിനെ അനുഗമിച്ചു. പക്ഷേ യേശു കർത്താവുള്ള പടകിൽ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ നിലവിളിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ശിഷ്യന്മാരും ഗദർദേശത്തെത്തി. 2-ാം വാക്യത്തിൽ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. അപ്പോൾ കല്ലറകളിൽ നിന്നും വന്ന് യേശുവിനെ എതിരേറ്റു. ആ എതിരേറ്റ 6000 ഭൂതം ബാധിച്ച, പിശാച് ബാധിച്ച അശുദ്ധാത്മാവ് ഉള്ളവൻ വിളിച്ചു പറയുകയാണ്, യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നു. ശ്രദ്ധിക്കണേ, അശുദ്ധാത്മാവുള്ള ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ദൈവപുത്രനെ ദൂരത്ത് വെച്ചു തന്നെ കണ്ടു. ഓടിച്ചെന്ന് അവനെ എതിരേറ്റു. എന്നിട്ട് പറയുകയാണ്, ഉറക്കി നിലവിളിച്ചുകൊണ്ട്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, സാത്താൻ ബാധിച്ച, പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കല്ലറകളിലും താമസം കല്ലറകളിൽ ചങ്ങലക്ക് പോലും ബന്ധിക്കുവാൻ കഴിയാത്തവണ്ണനെ ഒടിച്ചു കളയുന്ന 6000 ഭൂതം ബാധിച്ച ആ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ പറയുകയാണ്, അത്യുന്നതനായ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. വലിയൊരു വെളിപ്പാടാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ചോദിക്കുക, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അപ്പോൾ ദണ്ഡിപ്പിക്കുവാൻ അധികാരമുള്ളവനാണെന്ന് തിരിച്ച് അറിഞ്ഞ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഒരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യനാണ്. പിശാച് ബാധിച്ചവൻ യേശു കർത്താവിനോട് ചോദിക്കുക, എനിക്കും നിനക്കും തമ്മിൽ ഒരു തരത്തിലുള്ള സമ്പർക്കത്തിന് സാധ്യതയില്ല, എങ്കിലും നീ എന്തിനാ അത്ര റിസ്ക് എടുത്ത് ഈ ഗദർദേശത്ത് എന്നെ കാണാൻ നീ എന്തിനു വന്നു? ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ഇത് യേശു കർത്താവ് 4-ാം അധ്യായത്തിൽ അക്കരയ്ക്ക് പോകാം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ഉടനെ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ മർമ്മമാണ്. അവൻ പോക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ സമയം ഗദർദേശത്ത് ഭൂതം ബാധിച്ച ദുരാത്മൻ അല്ലെങ്കിൽ അവനെ വിട്ട് പുറപ്പെട്ടു പോകാൻ കൽപ്പിച്ചിരുന്നു എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങളോരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പും ധൈര്യത്തോടെ നിങ്ങൾ എന്തു പറയുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകളായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലായിക്കോട്ടെ, തലമുറയുടെ മേഖലകളിലായിക്കോട്ടെ, ഏത് പ്രകൃതിയുടെ മേൽ പോലും അധികാരമുള്ളവരാണ് നാം ഓരോരുത്തരും.
ആ വിളിക്കകത്തോട് നിങ്ങൾ എഴുന്നേൽക്കുക. ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളാൽ നിങ്ങളെ അധികമായി ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അതുപോലെ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.